മോർണിംഗ് എവരിബഡി. ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുട്ടാണ്, പുട്ടും കടലയും അതാണ് ഉണ്ടാക്കുന്നത്. അത് ഈസിയായ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന പുട്ട് എന്ന് പറയുന്നത് റൈസ് പൗഡർ അല്ല, വീറ്റ് പൗഡറാണ്. അതായത് ആട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആട്ട റഫായിട്ടൊന്ന് മൂപ്പിച്ച് വെള്ളമൊഴിച്ച് ഉപ്പുമിട്ട് നമ്മളിങ്ങനെ ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ആട്ട നമ്മൾ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് ഇങ്ങനെയൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ചൂടാക്കി വറുത്തെടുക്കണം. ഗോതമ്പ് പുട്ടിന് വേണ്ടിയിട്ടാണ് ആട്ട ഇങ്ങനെ ചീനിച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്കിട്ട്, ചീനിച്ചട്ടിയോ ഉരുളിയോ എന്ത് വേണേലും ആകാം, നമ്മുടെ ആവശ്യത്തിനുള്ള ആട്ട കുടഞ്ഞ് ഇട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോഴിത് വറുത്തെടുത്തിട്ടുണ്ട്. അടിയൊക്കെ കരിയാതെ നല്ലവണ്ണം ഇളക്കി ഇങ്ങനെ നമ്മൾ മൂപ്പിച്ച് എടുക്കണം. അന്നേരം നമുക്ക് മനസ്സിലാകും ഇതിനൊരു കളർ ചേഞ്ചൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി മൂപ്പിച്ചിട്ട് തണുക്കാൻ വെക്കണം. എന്നിട്ട് വേണം അത് നനയ്ക്കാൻ. എന്നിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന മെത്തേഡാണ്. 2-3 മെത്തേഡുണ്ട്. അതിൽ ഒന്നാണിത്. ഈസി ആയിട്ട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അത് തേങ്ങയും മിക്സിയുടെ ജാറിലിങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രം എടുക്കുന്നു. അതിൽ ഇങ്ങനെയുള്ള ഒരു തട്ടുണ്ടല്ലോ, ആ ഒരു തട്ടിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു തട്ട് ഇറക്കി വെക്കുന്നു. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഇങ്ങനെ വാരിയിടുന്നു. ഇത് എളുപ്പം ചെയ്തെടുക്കാവുന്ന മെത്തേഡാണ്. 5 മിനിറ്റ് കൊണ്ട് പുട്ട് റെഡിയായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ ഈ മാവ് ഇങ്ങനെ വാരി ഇതിലേക്ക് ഇടുന്നു. മാവ് വാരിയിട്ടിട്ട് അതിന് ആവി വരത്തക്കതുപോലെയുള്ള വെള്ളം അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മാവിട്ടിട്ട് തേങ്ങാപ്പീരയും കൂടെ അതിന് മുകളിലേക്ക് വിതറുന്നു. ഇനി ഇഷ്ടമുള്ളവർക്ക് മാവിനകത്ത് തന്നെ തേങ്ങാപ്പീര ഇട്ട് നമുക്ക് കുഴയ്ക്കാവുന്നതേ ഉള്ളൂ. തേങ്ങാപ്പീര ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ കുടഞ്ഞിടണം. ഇത്രയുമേ ഉള്ളൂ. ഇത് കുടഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി വെച്ച് അടച്ച് ആവി വരാനായിട്ട് ഇരിക്കുന്നു. 5 മിനിറ്റ് കൊണ്ട് നമുക്കതിൻ്റെ ആവി വന്ന് കിട്ടും. ഇത്രയുമേ ഉള്ളൂ കാര്യം. മൂടി വെച്ച് അടച്ചു വെക്കണം. നല്ല ടൈറ്റാക്കി വെക്കണം. എന്നിട്ട് ഫുൾ ഫ്ലെയിം അങ്ങോട്ട് ഇടണം. തിളച്ച് കഴിയുമ്പോൾ ഒരാവി വന്ന് കഴിയുമ്പോൾ സിമ്മിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി, പുട്ട് റെഡിയാവും. ഒരു കടലക്കറിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. വെളുത്ത കടല, അതായത് കുക്കറിൽ വെളുത്ത കടല ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുന്നു. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു സവാള, 2 പച്ചമുളക്, ഒരു തക്കാളിപ്പഴം, ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും കുത്തിയരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ മൂപ്പിച്ചെടുക്കണം. അത് നമ്മൾ ചെയ്യാൻ പോകുന്നു. കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മളിനി ആദ്യം ഇടുന്നത് തേങ്ങാക്കൊത്താണ്. നമ്മൾ തേങ്ങാക്കൊത്തും ഒരു ചെറിയ സവാളയും പച്ചമുളകും തക്കാളിയും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിയരിഞ്ഞതും കൂടെ നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ മസാലകൾ ചേർക്കാൻ പോകുന്നു. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ഒന്ന് ഇളക്കിയിട്ട് മല്ലിപ്പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 2 സ്പൂണ് മുളക് പൊടി. ഇവിടെ ഇത്തിരി എരിവ് കൂടുതൽ കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് 2 സ്പൂൺ ഇടുന്നത്. അവരവരുടെ എരിവിനനുസരിച്ച് ഇടാം. ഒപ്പം തന്നെ ഒരു സ്പൂണ്, കുറച്ച് മതി മീറ്റ് മസാല, ഇത്തിരി മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഇങ്ങനെയൊന്ന് മൂപ്പിച്ചിട്ട് മൂത്ത് കഴിഞ്ഞു. നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന വെളുത്ത കടലയാണ്. അത് ഇതിലേക്ക് തട്ടണം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. പിന്നെ കറിവേപ്പിലയും മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. ഇത്രയേ ഉള്ളൂ. തിളയ്ക്കണം.
ഗ്രേവി ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഇത്രയുമേ ഉള്ളൂ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും തൂക്കി നമുക്ക് വാങ്ങാവുന്നതാണ്.